നിങ്ങൾ ആരെങ്കിലും മധുരനെ കണ്ടോ? കാരണവരെ ചേച്ചി മധുരയെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. നിങ്ങളോ? കണ്ടില്ല. കണ്ടില്ലേ? മധുര ഇവിടെ വന്ന് എന്തിനാടാ നിക്കുന്നേ? എന്തു പറ്റിന്നോ? ഈ റേഷൻ കടയിൽ നിന്ന് തന്നെ 4 ചാക്ക് അരി അടിച്ചു മാറ്റിയിട്ട് അതിന്റെ മുമ്പിൽ തന്നെ വന്ന് നിക്കുവല്ലേ? ഇന്നലെയും കൂടെ ഈ കടയിൽ നിന്ന് 4 ചാക്ക് അരി പോയത്. പോലീസിനോട് നമ്മളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ തോന്നുന്നു. മമ്മു, എന്റെ സെൽവിയെ കണ്ടില്ലേ? രാവിലെ തൊട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതുണ്ടോ? കണ്ടില്ലേ? വെച്ച കണ്ണ് വിടാതെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ മധുര. അതൊന്നും നിനക്ക് കാണില്ല. നീ വാ, നിനക്ക് കാണിച്ചു തരാം. എന്നെ നോക്ക്. കണ്ടില്ലേ? എന്നെ കണ്ട ഉടനെ നിനക്കും കൂട്ടു വന്നത്. ഇതൊരു പകർച്ചവ്യാധിയാടാ. എന്നെ കാണുമ്പോഴേ അവൾക്കും കോട്ടുപോ വരും. ഇപ്പൊ നോക്ക്. പ്രേമം. ആ കിർഗിസ്ഥാനാണ് കോട്ടുവായി ഇടുന്നത്. അത് നിന്നെ കണ്ട 2ാമത്തെ പ്രാവശ്യം. തെറ്റില്ല. പ്രേമം ലോകം മുഴുവൻ തുറന്നു, ലവള് തുറക്കുന്നില്ല. ആ നീക്കുന്ന കണ്ടില്ലേ സോമു? അവനെ തന്നെ എനിക്ക് സംശയം. പോലീസ് നമ്മളെ ചൂസ്തുണർ. വാടാ വാ, രണ്ടി വാടേ, രണ്ടി രണ്ടി. ഒരു ലാംഗ്വേജിനെ സഹിക്കില്ല. ഇത് എന്റെ ഒരു സ്പെഷ്യൽ മുടിയാ, അതുകൊണ്ട് നല്ല വൃത്തിയുള്ള കത്രിക വേണം ഉപയോഗിക്കാൻ. ബർമാനിഞ്ചി ഒക്കെ സിസർ വെച്ചു. 2ാമത്തെ ആളായിട്ട് നിങ്ങളുടെ തലയാ വെട്ടാൻ പോകുന്നത്. ഞാൻ 2ാമത്തെ ആളാണോ? അപ്പോ ബർമ കത്രിക കൊണ്ട് ആദ്യം ആർക്കാ മുടി വെട്ടിയത്? അവിടെ ഒരു കാട്ടാനയുടെ വാലാണ് വെട്ടിയത്. ആനക്ക് എന്ത് പറ്റി? അതിന്റെ വാല് മുറിഞ്ഞ ഉടനെ ചത്തുപോയി. ഞാൻ പോയിട്ട് പിന്നെ വരാം. അത് ആനയ്ക്കാ, നിങ്ങളെ പോലെയുള്ള ആൾക്കല്ല. അത് ശരി. ശരി ശരി അളിയാ, നിന്റെ സ്റ്റേജ് ഡ്രാമ മുഴുവനും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുറത്തു പോയതിനു ശേഷം ഇവിടെയുള്ള ലൈറ്റ് സ്വിച്ചിലൊന്നും കൈ പെട്ടക്കൂടുതു. ഞാൻ അങ്ങനെ വെക്കുവോ? ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഇല്ല ഇല്ല ഇല്ല. ഷാർപ്പ് മുറുകി. ലൈറ്റിന്റെ സ്വിച്ചിൽ ഞാൻ എന്തിനു കൈവെക്കണം? ധാരാളം ബൾബുണ്ട്. അയ്യോ, എന്തൊരു ചൂടായത്. ഫാൻ ഇട്ടാ കുറച്ച് നന്നായിരിക്കും. ഫാൻ സ്വിച്ച് ഇട്ടാ അപകടമൊന്നും പറ്റില്ല. അത് വളരെ ചെറിയ ഒരു സ്വിച്ച് അല്ലേ. ലൈറ്റിന്റെ സ്വിച്ചാണ് അപകടം പിടിച്ചത്. ഷോക്ക് അടിക്കും. എത്ര പ്രാവശ്യം ഞാൻ പറയേണ്ടത് വിരൽ കൊണ്ട് ഞോണ്ടരുതെന്ന്. ആദ്യം എന്റെ കാശും കിടക്കട്ടെ. ഇതെനിക്ക്, ഇത് ആശുപത്രി ചെലവിനും ഇത് വാവൂറുന്നതിനും. അകത്ത് വലിയൊരു ട്രാൻസ്ഫോർമർ തന്നെ കരിഞ്ഞു പോയല്ലോ. എടോ, 240 വോൾട്ടേജ് എങ്ങനെയാ നീ ആവാഹിച്ചത്? എന്തൊരു ജീവിതമായത്. കയ്യിലും വായിലും കൊണ്ട് മാത്രം അവസാനിക്കും. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയാ. ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വരുന്നവരൊക്കെ വാക്കകത്ത് വാവയ്ക്കുക. എന്തൊരു ലൈഫ്. മധുര മൈക്കിൾ സ്പീക്കിംഗ്. ഞാൻ സെൽവിയ സംസാരിക്കുന്നത്. സംസാരിച്ചോ? എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. നീ വേഗം രജിസ്റ്റർ ഓഫീസിലേക്ക് വാ. സെൽവി, സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. സമയമാകുന്നൊരു പ്രശ്നം ഗുരുതരമാകും. മാല എവിടെ? താലി എവിടെ? കല്യാണം എപ്പോഴാ?
മുഹൂർത്തം കഴിഞ്ഞ് 2 മിനിറ്റുള്ളൂ. വേഗം താലി അത് കെട്ട്. correct. ആ പറയാം, ഇങ്ങോട്ട് വാ. ഇതെന്റെ ഫ്രണ്ട് രേവതി. നമസ്കാരം ചേട്ടാ. രണ്ടുപേരും വെവ്വേറെ ജാതിയാ. രണ്ടാളും വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നിരിക്കുവാ. കല്യാണം കഴിക്കണം. ഇവരുടെ വീട്ടുകാര് ഭയങ്കര എതിർപ്പാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഇങ്ങോട്ടും വരും. അതുകൊണ്ടാ നിന്നെ ഞാൻ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ഞങ്ങളെ രക്ഷിക്കണം? ഏതാടാ നീ? ഇനി ഇവൾക്ക് വേണ്ടി ഞാൻ എത്ര പേരെയാ രക്ഷിക്കേണ്ടത്? നമുക്ക് രണ്ടുപേർക്ക് കല്യാണം ആഗ്രഹിച്ച് വന്നതാ ഞാൻ. എന്തോന്ന്? എന്തോന്നാ എന്തുവാടി? നിനക്കും എനിക്കും കല്യാണമെന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് ഈ ലോകം തന്നെ അവസാനിക്കും. മുണ്ടും ഷർട്ട് ഇട്ടതൊക്കെ വെറുതെ ആയിപ്പോയി. മധുരേ, ചാരിത്രം നിറഞ്ഞ പുരുഷന്റെ ശാപം തന്നെ ഒരിക്കലും വെറുതെ വിടലടി. എന്തെങ്കിലും വല്ലതും നടക്കുവോ? അകത്ത് വെച്ച അവൾ ഊതി, പുറത്ത് നിങ്ങൾ ഊതണ്ട. ഇവിടെ എത്ര വലിയ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ആരാന്ന് പോലും എനിക്ക് അറിയില്ല. എപ്പോ നോക്കിയാലും മിക്സർ കഴിച്ചോണ്ടിരിക്കുക. ഇവൻ എന്തെങ്കിലും ഞാൻ കുത്തി കൊല്ലും നിൽക്കോ. സോമുന്റെ ആളാണെന്നാ തോന്നുന്നത്. ആരുടെ അവരൊക്കെ? ഒരു നാട് മൊത്തം ആറ് വരുന്നുണ്ട് നോക്കിയപ്പോ 2 നാടനെ വരുന്നുണ്ടല്ലോ. അച്ഛൻ നാട്ടിലെ കുട്ടിയോട് വന്നിട്ടാണ്. അന്യജാതിക്കാരനെ കെട്ടി ഒളിച്ചോടാ നോക്കുന്നോ നീ? നിന്നെ കൊല്ലും, അവനെയും കൊല്ലും. അച്ഛാ, കല്യാണം ഞങ്ങൾക്കല്ല. പിന്നെ ആർക്കാ കല്യാണം സെൽവിക്കാച്ചാ. നിനക്കാണോ മോളെ? എന്താടി പറയുന്നത്? സത്യം പറഞ്ഞ അച്ഛൻ വിട്ടോടി പ്ലീസ്. ചോദിക്കുന്നതിന് മറുപടി പറ. നിനക്കാണോ? പറയടി. പറയടി. അതെ. അപ്പൊ ചെറുക്കനോ? നമ്മുടെ മധുരയാ. ഇട്ടല്ലോ. എത്ര ഭംഗിയുണ്ട്. ഇനി നീ ഇടുമോളെ. ഞാൻ ഇടൂല. ഒന്ന് പെട്ടെന്ന് ഇട്ടുമോളെ. അങ്ങനെ മധുരയിൽ എത്രയോ കല്യാണം നടന്നിരിക്കുന്നു. എന്നാ ഇന്ന് മധുരയുടെ കല്യാണ. കേട്ടണ താലി. ഇട്ടാലോ. നന്നായി വരട്ടെ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം സുഖമായി സംഭവിക്കട്ടെ. പിന്നെ കല്യാണം വളരെ നന്നായിട്ട് നടന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ ആദ്യ രാത്രി ഒന്ന് നോക്കി ചെയ്തു തരാണെങ്കിൽ നിന്നെ സംബന്ധിച്ചത് കല്യാണം അല്ലായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചത് കല്യാണം തന്നെയാ. അടിപൊളി. ഇത് കുടിക്കുന്നത് എത്ര വെറുപ്പാണെങ്കിലും എന്തിനാണ് നമ്മൾ കുടിക്കുന്നത്? ഇതിന്റെ അനുഭവം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അതേപോലെ പ്രേമം എത്ര വെറുപ്പാണെങ്കിൽ എന്തിനാന്നറിയാം നമ്മൾ പ്രേമിക്കുന്നത്? എന്നാലേ ജീവിതം നന്നായിട്ടുണ്ടാവുള്ളൂ. മധുരേ, നമ്മുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് കല്യാണം അടിപൊളിയായിട്ടുണ്ട് മച്ചാ. എടാ സോമേ, നമുക്കിത് തകർക്കണടാ. മിണ്ടാതിരിക്കടാ. കല്യാണമാണോ ഇത്? കല്യാണമാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ ആദ്യ രാത്രിയും നടക്കണം. നടന്നിരുന്നോ? നടന്നില്ല. അപ്പോഴത് കല്യാണമല്ല. ഏയ് കത്രിക സോമേ, എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല അവളെ. പക്ഷെ അവളുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. ഓ, പക്ഷെ ജീവിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം അവളുടെ കൂടെയാ. അവളെന്താ സുമതിയേക്കാളും സൂപ്പറാണോ? അല്ലെങ്കിൽ റാണിയേക്കാളും ടോപ്പാണോ? അല്ല. അവള് സെൽവി. ഈ മൈക്കൽ താലി കെട്ടിയ സെൽവി. നടന്നത് കല്യാണം ആണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇട്ടില്ലേ. എന്തോന്ന്? എപ്പോ? 3 കെട്ട്. അൽപ്പി. പക്ഷേ ഒരു കാര്യം, ഈ ആദ്യ രാത്രി മാത്രം നടന്നില്ല. അത് നടന്നില്ലല്ലോ. അപ്പോഴിത് കല്യാണമേ അല്ല. നിന്റെ ഭാര്യ അകത്തുണ്ട്. എടാ, 3 മിനിറ്റത്തെ ഭാര്യ. അതെന്താ ഈ 3 മിനിറ്റ്? 3 മിനിറ്റ് കല്യാണം കഴിഞ്ഞ ഉടനെ അവളങ്ങ് പോയില്ലേ? നിന്റെ ആള് ഇക്കട ചൂടു. കല്യാണം പേരിൽ എന്നെ കല്യാണം നല്ല മനുഷ്യൻ. കല്യാണമൊക്കെ നടന്നു കിട്ടി. നമസ്കാരം. നോക്ക്,
എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല? തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുന്നത് അവളെയാ. അവളുടെ മുഖത്ത് ലൈറ്റ് ഉണ്ടോ? ഈ ഭാഗത്ത് ഒറ്റ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. വിവരമില്ലാത്ത അവന്മാര്. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് വരാം. വേണ്ട. എന്താ ഞാൻ സ്വിച്ച് ഇട്ടാ എന്താ കുഴപ്പം? നിങ്ങളും കറണ്ടും തമ്മിൽ ചേരില്ലല്ലോ, പിന്നെ ഞാൻ അതിൽ പോയി തൊട്ട് നമുക്ക് നോക്കണ്ടേ? രണ്ടുപേർക്ക് വല്ല ചേർച്ചയുണ്ടോ? എന്നിട്ട് ഞാൻ നിന്നെ തൊടുന്നില്ലേ? ഓരോ സെൽവി വേണ്ടാന്ന് പറ മോളെ. മോളെ പറ. ഞാൻ അവൻ കേട്ടില്ലല്ലോ. വേണ്ട, പോകരുത്. പറയുന്നത് കേക്ക്. തൊട്ടാ ഷോക്ക് അടിക്കും നിങ്ങൾക്ക്. പറയുന്നത് കേക്ക്. രക്ഷിക്കണേ. ഞാൻ ഇനി എന്ത് ചെയ്യും? ചേച്ചി ആ വാഗൊണ്ട് വേഗം വന്നൊന്ന് രക്ഷിക്കേ. മോളെ എല്ലാവരുടെയും മുന്നിൽ വെച്ചോ? എനിക്കല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ കാറ്റത്ത് പറക്കുവാ. വായ അകത്തോട്ടിട്ട് ആ എർത്തൊന്ന് പുറത്തേക്ക് വലിക്കേ. അയ്യോ, ചേച്ചി ബോധം കെട്ടല്ലോ. വേണമെങ്കിൽ ചേച്ചിക്ക് ഈ വായനെ കുറിച്ച് എനിക്കറിയില്ലേ? മിണ്ടാതിരിക്കും, ഇവരെ രക്ഷിക്കാൻ ആരും ഇല്ലേ? എന്താ ഞാൻ നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല. വിളിക്കണ്ട. വീണ്ടും പ്രേമിക്കാൻ പറഞ്ഞ് രക്ഷിക്കാൻ എന്നെ പാവങ്ങളല്ലേ ബുദ്ധിമുട്ടിക്കാനാണ്. ഇവര്? അയ്യോ, ശംഖു ഉദിക്കാൻ അയാള് തോന്നുന്നത്. ചാവട്ടെ. ശംഖുനാദമാണല്ലോ നിനക്ക് ഞാൻ കേൾക്കുന്നത്. ജീവിതം തരണം, നിന്റെ അച്ഛന് ഞാൻ വായ കൊടുക്കണം. മൈക്കിൾ, ദയവ് ചെയ്ത് എന്റെ അച്ഛനെ രക്ഷിക്കുക. അതിന് പകരം എന്നെ എന്ത് വേണമെങ്കിലും ഇവരെ രക്ഷിക്കൂ. ചെയ്തോളൂ. ഒന്ന് വേഗം. ഛേ, ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ ഇതുപോലൊന്നും അല്ല. കുറച്ച് ചീത്തം തന്നെയാ. മധുര എന്തെങ്കിലും ചെയ്തൊന്ന് ഇയാൾക്ക് എപ്പോഴും വായ കൊടുക്കണം. എന്റെ വിധിയിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവേ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യരുത് മധുര. കർത്താവേ, എന്നെ രക്ഷിക്കണേ. ഇത്തവണയും നീയാണോ? മൈക്കിൾ, എന്റെ കർത്താവേ, മൈക്കിൾ മിണ്ടാതെ നടന്നോ, അല്ലെങ്കിൽ വീണ്ടും വായ കൊടുക്കാൻ വേണ്ടി പറയാം. അതോടെ നടന്നു. ഒന്ന് നിക്ക്. മൈക്കിൾ, എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അതെനിക്കറിയാലോ. നിന്റെ കൂടെ എങ്ങനെ ജീവിക്കാൻ പോകുന്നെന്നും അറിയില്ല. അതെനിക്ക് നിന്നെ പക്ഷെ അറിയാം. എന്റെ ജീവിതം അത് നിന്റെ ഒപ്പം മാത്രം. നീ അഴകരെക്കാളും സൂപ്പറാണോ അല്ലെങ്കിൽ പരമനെക്കാളും ടോപ്പാണോ? നീ മൈക്കിൾ, സെൽവിയുടെ കഴുത്തിൽ താലി കെട്ടിയ മൈക്കിൾ. നടന്നത് കല്യാണമാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇട്ടില്ലേ കഴുത്തിലെ താലി? ഓ, സംസാരിച്ചതൊക്കെ നീ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷെ കേട്ടിട്ട് എന്ത് പ്രയോജനം? ഫസ്റ്റ് നൈറ്റ് പോലും ഇതുവരെ നടന്നിട്ടില്ല, അറിയോ? നടത്തിയാലോ? എനിക്കതിലൊരു പ്രശ്നമില്ല. ഞാൻ ചെയ്യേണ്ടത് ഇവള് ചെയ്യണല്ലോ. ചാരിത്രം നഷ്ടപ്പെട്ടട മധുര മൈക്കിൾ.